ഹരിശ്രീ ഗണപതയേ നമഃ. ഹവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം ഏകാദശ സർഗ. പാനശാലയിൽ ഹനുമാൻ ദേവിയെ തിരയുന്നു. അവധൂയജതാം ബുദ്ധിം ബഭൂവാവസ്ഥിതസ്തദാ ജഗാമചാപരാം ചിന്താം സീതാം പ്രതി മഹാകവിഃ. ഹനുമാൻ ഉടൻ തന്നെ മണ്ഡോദരി സീതയാണെന്ന തെറ്റിദ്ധാരണ ഉപേക്ഷിച്ച് സ്വസ്ഥചിത്തനായി മറ്റൊരു വഴിക്ക് ചിന്ത തിരിച്ചുവിട്ടു. ന രാമേണ വിയുക്ത സാ സ്വപ്തുമർഹതി ഭാമിനി, ന ഭോക്തും നാപ്യലങ്കർത്തും ന പാനം ഉപസേവിതും നാന്യം നരമുപസ്ഥാതും സുരാണാമവിജേശ്വരം നഹി രാമസമകശ്ചിത് വിദ്യതേതിദശേഷ്വഭി അന്യേയമിതി നിശ്ചിത്യ പാനഭൂമോ ജജാരസഃ. രാമനെ പിരിഞ്ഞിരിക്കുന്ന സീതാദേവി ഉറങ്ങാൻ അവകാശമില്ല, ഉണ്ണില്ല, അലങ്കാരങ്ങൾ ധരിക്കുകയില്ല, വെള്ളം കൂടി തൊടില്ല. ദേവരാജാവായാലും അന്യപുരുഷനെ സമീപിക്കുക പോലും ചെയ്യുന്നതല്ല. ദേവന്മാർക്കിടയിൽ പോലും രാമസദൃശനായ ഒരാളെ കാണുകയില്ല. അതിനാൽ ഇവൾ മറ്റാരെങ്കിലും ആയിരിക്കാനേ വഴിയുള്ളൂ എന്ന് നിശ്ചയിച്ച് ഹനുമാൻ പാനശാലയിൽ തിരഞ്ഞു നടന്നു. വിരഹദുഃഖത്താൽ സദാ കണ്ണീർ തൂകി രാമനാമം ഉരുവിട്ട് രാപ്പകലുകൾ എണ്ണിക്കഴിയുന്ന സീതാദേവി എല്ലാം മറന്ന് ഉറങ്ങാനോ ആഭരണങ്ങൾ അണിയാനോ ഇടയില്ല എന്ന് മന്ദോദരിയെ കണ്ട് സീതയാണെന്ന് തെറ്റിദ്ധരിച്ച ഹനുമാൻ പുനശ്ചിന്തയിൽ നിശ്ചയിക്കുകയാണ്. രൂപയൗവന സമ്പത്ത് കൊണ്ടും ഉത്തമ സ്ത്രീ ലക്ഷണങ്ങൾ കൊണ്ടുമാണ് മണ്ഡോദരിയെ സീതയാണെന്ന് തെറ്റിദ്ധരിച്ചത്. സൂക്ഷിച്ചു നോക്കിയ ഹനുമാൻ രാവണപത്നിയിൽ വൈദവ്യ ലക്ഷണം കണ്ടപ്പോൾ അവൾ സീത അല്ലെന്ന് നിശ്ചയിച്ചു എന്നാണ് കമ്പര് പറയുന്നത്. സീതയ്ക്ക് വൈദവ്യയോഗമില്ലെന്ന് ഹനുമാൻ മനസ്സിലാക്കിയിരുന്നു. ക്രീഡിതേനാപരാക്ലാന്ത ഗീതേന ജതഥാപരാഹ നൃത്തേന ചാപരാക്ലാന്ത പാനവിപ്രഹദസ്തദാ. ക്രീഡിച്ചു തളർന്നവരും ദീർഘനേരം ഗാനമാലപിച്ചതുകൊണ്ട് ക്ഷീണിച്ചവരും നൃത്തം ചെയ്ത് തളർന്നവരും കുടിച്ചു മയങ്ങിയവരുമായ പല സ്ത്രീകളെയും ഹനുമാൻ പാനശാലയിൽ കണ്ടു. മുരവേഷു മൃദംഗേഷു പീഠികാസു ച സംസ്ഥിതാഃ തഥാസ്തരണമുഖ്യേഷു സംവിഷ്ടാചാപര സ്ത്രിയാ അങ്കനാനാം സഹസ്രേണ ഭൂഷിതേന വിഭൂഷണൈഃ രൂപസല്ലാപശീലേന യുക്തഗീതാർത്ഥഭാഷിണ ദേശകാലാഭിയുക്തേന യുക്തവാക്യാഭിധായിന രഥാഭിരഥ സംസുപ്തം ദദർശ ഹരിയൂഥഭഃ. മദ്ദളം, മൃദംഗം, ചെറിയ പീഠം, കിടക്കകൾ എന്നിവയിൽ തലവെച്ചും കിടന്നും കഴിയുന്ന സ്ത്രീകളെ ഹനുമാൻ കണ്ടു. നിറയെ ആഭരണങ്ങൾ അണിഞ്ഞവർ, രൂപസൗന്ദര്യാദികളെ പ്രകീർത്തിക്കുന്നവർ, ഗാനങ്ങളുടെ അർത്ഥം വിവരിക്കുന്നവർ, ദേശകാലോചിതമായി സംസാരിക്കുന്നവർ, ഇവരാൽ ചുറ്റപ്പെട്ട് രതിക്രീഡയാൽ ശാരീരികമായും മാനസികമായും തളർന്നുറങ്ങുന്ന രാവണനെ വാനരവീരൻ പിന്നെയും കണ്ടു. താസാം മധ്യേ മഹാബാഹു ശുശുഭേ രാക്ഷസേശ്വരഃ ഗോഷ്ഠേ മഹതി മുഖ്യാനാം ഗവാം മധ്യേ യഥാ വൃഷഃ. ആ സ്ത്രീകളുടെ നടുവിൽ വീരനായ രാവണൻ വലിയ തൊഴുത്തിൽ യൗവനപ്പുളപ്പുള്ള പശുക്കളുടെ ഇടയിൽ കാളക്കൂറ്റിനെ പോലെ വിളങ്ങി. സ രാക്ഷസേന്ദ്ര ശുശുഭേതാവി പരിവൃതസ്വയം കരേണുവിയതാരണ്യേ പരികീർണോ മഹാധിപഃ. തന്നിഷ്ടപ്രകാരം വന്നു ചേർന്ന സ്ത്രീകളാൽ ചുറ്റപ്പെട്ട രാവണൻ കാട്ടിൽ പിടിയാനകൾ ചുറ്റും കൂടിയ ഗജേന്ദ്രനെ പോലെ ശോഭിച്ചു. സർവകാമേരുവേദാം ജാപാനഭൂമിം മഹാത്മനഃ ദദർശ ഹരിശാർദൂല തസ്യ രക്ഷപദേ ഗ്രഹേ. ഹനുമാൻ രാവണഗ്രഹത്തിൽ വേണ്ടതെല്ലാം സജ്ജീകരിച്ചു വെച്ചിട്ടുള്ള പാനഭൂമി കണ്ടു. അതായത് മദ്യം, മാംസം എന്നിവ. മൃഗാണാം മൈഷാണാം ച വരാഹാണാം ച ഭാഗശ തത്ര ന്യസ്താനി മാംസാനി പാനഭൂമോ ദദർശസഃ. അവിടെ മാൻ, പോത്ത്, പന്നി എന്നിവയുടെ മാംസങ്ങൾ വെവ്വേറെ വെച്ചിരുന്നതും അദ്ദേഹം കണ്ടു. രൗക്മേഷു ച വിശാലേഷു ഭാജനേഷ്വർദ്ധഭക്ഷിതാൻ ദദർശ ഹരിശാർദൂലോ മയൂരാൻ കുക്കുടാംസ്തദാ. വലിയ സ്വർണ്ണപാത്രങ്ങളിൽ പാതി തിന്ന് ബാക്കിയായ മയിലിറച്ചിയും കോഴിയിറച്ചിയും ഹനുമാൻ കണ്ടു. വരാഹഗ്രദ്രാൻ സുഹൃതാൻ ദതിസൗവർച്ചലായുധാൻ ശല്യാൻ മൃഗമയൂരാംശ ഹനുമാനന്വൈക്ഷത. ക്രകരാൻ വിവിധാൻ സിദ്ധാൻ ചകോരാൻ അർദ്ധഭക്ഷിതാൻ
മഹിഷാനേകശല്യാംശ്ച ശാഖാംശ്ച കൃതനിഷ്ഠിതാൻ ലേഹ്യാനുച്ഛാവജാൻ പേയാൻ ഭോജ്യാനി വിവിധാനി ച. തൈരും തുവർച്ചിലക്കാരവും കൂടി പാകം ചെയ്ത ചെമ്മരിയാടും കഴുകൻ, മുള്ളംപന്നി, പ്രാവ്, മാൻ, മയില് എന്നിവയും പാതി ഭക്ഷിച്ച ചെമ്പോത്ത്, പോത്ത്, മത്സ്യങ്ങൾ, ആട്ടുമാംസം എന്നിവയും പലമാതിരി കറികൾ, പലഹാരങ്ങൾ, പാനീയങ്ങൾ എന്നിവയും അദ്ദേഹം അവിടെ കണ്ടു. തഥാമ്ലലവണോത്തം സേർവിവിധേ രാഗഷാഢദേഹി ആരനോപുരകേയൂരേ അപവിദ്ധേർമഹാധനേഹി പാനഭാജന വിക്ഷിപ്തേ ഫലൈശ്ച വിവിധേരവി കൃതപുഷ്പോപഹാരാഭൂരധികം പുഷ്യതി ശ്രിയം. ഉപ്പും പുളിയും ചേർത്തുണ്ടാക്കിയ വിശേഷ വിഭവങ്ങൾ, മുന്തിരിങ്ങ, നാരങ്ങ എന്നിവയുടെ സത്ത്, തേൻ, പാൽ മുതലായവ ചേർത്ത് കുറുക്കിയ പാവുകൾ, അയച്ചുവെച്ച മാലകൾ, തളകൾ, തോൾവളകൾ, പാനവാചനങ്ങളിൽ വെച്ചിട്ടുള്ള പലതരം പഴങ്ങൾ, പുഷ്പങ്ങൾ എന്നിവ ആ പാനശാലയുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു. തത്ര തത്ര വിനിസ്തേ സുശ്ലിഷ്ടേ ശയനാസനേഹി പാനഭൂമിർവിനാവന്യം പ്രദീപ്ലേവോപലക്ഷ്യതേ. വരിയായി ചേർത്ത് അവിടെവിടെ ഭംഗിയിൽ വെച്ചിരുന്ന ചാരിക്കിടക്കാവുന്ന ഇരിപ്പിടങ്ങളിൽ ആ പാനസ്ഥലം തീയില്ലാതെ തന്നെ ജ്വലിക്കുന്നതുപോലെ കാണപ്പെട്ടു. സ്വർണ്ണമയങ്ങളാണ് ഇരിപ്പിടങ്ങൾ. അവയിൽ പലതരം രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. അവയുടെ ഒന്നിച്ചുള്ള കാന്തി തീജ്വാല പോലെ തോന്നിച്ചിരുന്നു എന്ന് ആശയം. ബഹുപ്രകാരേ വിവിധേ പരസംസ്കാര സംസ്കൃതേഹി മാംസേ കുശല സംയുക്തേ ഫലഭൂമിഗതേ പൃഥക് ദിവ്യാപ്രസന്നാ വിവിധാസുരാ കൃതസുരാസ്തദാ ശർക്കരാസവമാദീകം പുഷ്പാസവ ഫലാസവ വാസചൂർണൈശ്ച വിവിധേ ദുഷ്ടാസ്തൈസ്തേ പൃഥക് പൃഥക് തം തഥാ ശുശുഭേ ഭൂമിർമാലൈശ്ച ബഹുസംസ്ഥിതൈഹി. ആകർഷകമായ പല നിറത്തിലുമുള്ള ശ്രേഷ്ഠമദ്യങ്ങളും പഞ്ചസാരപ്പാവ്, തേൻ, പുഷ്പരസം, പഴസത്ത് എന്നിവയിൽ നിന്നെടുത്ത പ്രത്യേകതരം മദ്യങ്ങളും ഹനുമാൻ അവിടെ കണ്ടു. പലതരം കറിക്കൂട്ടുകൾ കൊണ്ട് പലതരത്തിലും രുചിയിലും വിശേഷപ്പെട്ട മാംസവിഭവങ്ങൾ വിദഗ്ധന്മാരായ പാചകക്കാർ അവിടെ തയ്യാറാക്കി വെച്ചിരുന്നു. കൂടാതെ അവിടെ മാലകൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ പാനസ്ഥലം ശോഭിച്ചു. രാജദേഷു ജ കുംഭേഷു ജാംബൂനദമയേഷു ജ പാനശ്രേഷ്ഠം തഥാ ഭൂരി കപിസ്തത്ര ദദർശസഃ. ഹനുമാൻ അവിടെ സ്വർണ്ണക്കുടങ്ങളിലും വെള്ളിക്കുടങ്ങളിലും നിറച്ചുവെച്ച വിശേഷപ്പെട്ട പാനദ്രവ്യങ്ങൾ പല സ്ഥലങ്ങളിലായി വെച്ചിരിക്കുന്നത് കണ്ടു. സോപശ്ചാതകുംഭാനി സീതോർമണിമയാനി ച രാജധാനി ച പൂർണാനി ഭാജനാനി മഹാകവിഃ. മാത്രമല്ല സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് നിർമ്മിച്ച് രത്നം പതിച്ച പാനപാത്രങ്ങളിൽ മദ്യം നിറച്ചു വെച്ചിരിക്കുന്നതും അദ്ദേഹം കണ്ടു. ഹിരൺമയേശ്ച വിവിധേർവാജനേ സ്ഫാടികേരവി ജാംബൂനദമയേശ്ചാനി കരകൈരവി സംവൃത. പലതരം സ്വർണ്ണപാത്രങ്ങളിലും സ്ഫടികപാത്രങ്ങളിലും തങ്കക്കിണ്ടികളിലും മദ്യം നിറച്ച് വെച്ചിരുന്നു. ക്വചിത് അർത്ഥാവശേഷാണി ക്വചിത് പീതാനി സർവശഃ ക്വചിത് നൈവ പ്രപീതാനി പാനാനി സദദർശഃ. ഒരിടത്ത് പാത്രത്തിൽ പാതി മദ്യമുണ്ടായിരുന്നു. ചില ദിക്കിൽ പാത്രം ഒഴിക്കിയിരുന്നു. വേറെ ചിലയിടത്ത് ഒട്ടും തന്നെ കുടിക്കാത്ത നിറഞ്ഞ പാത്രങ്ങളും ഉണ്ടായിരുന്നു. ക്വചിത് ഭക്ഷ്യാംശ വിവിധാൻ ക്വചിത് പാനാനി ഭാഗശ ക്വചിത് അന്നാവശേഷാണി പശ്യൻ വൈ വിജജാരഃ ക്വചിത് പ്രഭിന്നേ കരകേ ക്വചിത് ആദോളിതേ ഖടേ ക്വചിത് സംപ്യക്തമാല്യാനി ജലാനി ഝഫലാനി ച. ചില ദിക്കിൽ പലതരം ഭക്ഷ്യസാധനങ്ങൾ, ചില ദിക്കിൽ വെവ്വേറെ വെച്ച പലതരം മദ്യങ്ങൾ, ചില ദിക്കിൽ ബാക്കി വെച്ച ചോറ്, ചില ദിക്കിൽ ഉടഞ്ഞ കിണ്ടികൾ, ഉരുണ്ടുകിടക്കുന്ന കുടങ്ങൾ, ചിലയിടത്ത് പലതരം പഴങ്ങൾ, കോർത്തിട്ട മാലകൾ എന്നിവ കണ്ടുകൊണ്ട് ഹനുമാൻ അവിടെ ചുറ്റി നടന്നു. ശയനാന്യത്ര നാരീണാം ശുഭ്രാണി ബഹുധാ പുന പരസ്പരം സമാശ്ലിഷ്യ കാസ്യ സുപ്താവരാംഗനാഹ. അവിടെ വെൺപട്ട് വിരിച്ച സ്ത്രീകൾക്കുള്ള പലതരം കിടക്കകൾ ഉണ്ടായിരുന്നു. പിന്നെ ചില സുന്ദരികൾ അന്യോന്യം ആലിംഗനങ്ങളിൽ മുഴുകി ഉറങ്ങിയിരുന്നു. കാചിച്ച വസ്ത്രമന്യസ്യ സ്വബന്ധ്യപരിധായജ ആഹൂത്യ ചാബലാ സുപ്ത നിദ്രാബലപരാജിതാഹ. ഒരു സ്ത്രീ ഉറങ്ങിയിരുന്ന മറ്റൊരുത്തിയുടെ വസ്ത്രം വലിച്ചെടുത്ത് പുതച്ചിരുന്നു. മറ്റു ചിലരാകട്ടെ മതികെട്ട് ഉറങ്ങിക്കിടന്നിരുന്നു. താസാം ഉച്ഛ്വാസവാദേന വസ്ത്രം മാല്യം ജഗാത്രജം നാത്യർത്ഥം സ്പന്ദതേ ചിത്രം പ്രാപ്യമന്തമിവാനിലം. അവരുടെ ശ്വാസവായുവേറ്റ് ധരിച്ചിരുന്ന വസ്ത്രവും അണിഞ്ഞിരുന്ന മാലയും ഇളങ്കാറ്റേറ്റ പോലെ അധികമായി ഇളകിയിരുന്നില്ല. ആശ്ചര്യം!
ചന്ദനസ്യ ച ശീതസ്യ ശീതോർമധുരസസ്യ ച വിവിധസ്യ ച മാല്യസ്യ പുഷ്പസ്യ വിവിധസ്യ ച ബഹുധാ മാരുതസ്തത്ര ഗന്ധം വിവിധമുദ്വഹൻ. സ്നാനാനാം ചന്ദനാനാം ച ധൂപാനാം ചൈവ മൂർച്ഛിതഃ പ്രഭവോ സുരഭിർഗന്ധോ ഹിമാനി പുഷ്പകേ തദാ. ചന്ദനച്ചാറ്, മധുരമുള്ള പലതരം മദ്യങ്ങൾ, പലതരം മാലകളിലെ പൂക്കളുടെ സൗരഭ്യം എന്നിവ വഹിച്ചുകൊണ്ടുള്ള മന്ദപവനൻ അവിടെ വീശിക്കൊണ്ടിരുന്നു. അപ്പോൾ പുഷ്പകവിമാനം സ്ത്രീകളുടെ ശരീരത്തിൽ തളിച്ച പനിനീർ, ചന്ദനം എന്നിവയുടെയും പലതരം ധൂപക്കൂട്ടുകളുടെയും സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. ശ്യാമ വാതാസ്തത്രന്യ കാശ്ചിത് കൃഷ്ണാവരാംഗനാഹ കാശ്ചിത് കാഞ്ചനവർണ്ണാംഗ്യ പ്രമദാ രാക്ഷസാലയെ. ആ രാക്ഷസഗ്രഹത്തിലെ ചില സ്ത്രീകൾ ഇരുനിറമുള്ളവരും ചിലർ കറുത്തവരും ചിലർ സ്വർണ്ണ നിറം ചേർന്നവരും ആയിരുന്നു. താസാം നിദ്രാവശത്വാച്ച മദനേന വിമൂർച്ഛിതം പത്മിനീനാം പ്രസുപ്താനാം രൂപമാസീദ്യ ദൈവഹേ. നിദ്രാധീനരായതിനാലും കാമത്താലും തളർന്ന അവരുടെ രൂപം പൂമ്പിപ്പോയ താമരകളോടുകൂടിയ പൊയ്ക പോലെ കാണപ്പെട്ടു. ഏവം സർവമശേഷേണ രാവണാന്തപുരം കവിഃ ദദർശ സുമഹാതേജ ന ദദർശ ജാനകിം. തേജസ്വിയായ ഹനുമാൻ ഇങ്ങനെ രാവണന്റെ അന്തപുരം മുഴുവൻ തിരഞ്ഞു നടന്നിട്ടും ജാനകിയെ കണ്ടില്ല. നിരീക്ഷമാണശ്ച തഥാ താഃ സ്ത്രിയഃ സമഹാകവിഃ ജഗാമ മഹതീം ചിന്താം ധർമ്മസാത്വസംഗീതഃ. അപ്പോൾ സീതയെ തിരയുന്ന ആ സന്ദർഭത്തിൽ രാവണാന്തപുരത്തിലെ സ്ത്രീകളെ സൂക്ഷിച്ചു നോക്കിയത് ധർമ്മത്തിന് നിരക്കാത്തതാണല്ലോ എന്ന് ശങ്കിച്ച് ധർമ്മലോപ ചിന്ത കൊണ്ട് ഹനുമാന് വിഷാദമുണ്ടായി. പരധാരാവരോധസ്യ പ്രസുപ്തസ്യ നിരീക്ഷണം ഇതം ഖലു മമാർത്യർത്ഥം ധർമ്മലോപം കരിഷ്യതി നഹി മേ പരധാരാണാം ദൃഷ്ടിർവിഷയവർത്തിനി അയം ചാത്രമയാ ദൃഷ്ട പരധാരപരിഗ്രഹ. മതിമറന്ന് ഉറങ്ങിക്കിടക്കുന്ന അന്തപുര സ്ത്രീകളെ അവർ ശത്രുവിൻ്റെ പത്നിമാരാണ് എങ്കിലും ഇപ്രകാരം ദർശിച്ചത് എനിക്ക് വലിയ ധർമ്മലോപം ഉണ്ടാക്കുമല്ലോ. പരഭാര്യമാരെ ഒരു അന്വേഷകന്റെ മട്ടിൽ ഒന്ന് ഓടിച്ചു നോക്കിപ്പോയത് ലൗകിക ധർമ്മത്തിന് യോജിച്ചതല്ലല്ലോ. എന്നാൽ ഞാൻ ഇവരെ നിരീക്ഷിച്ചത് രാമപത്നിയിലുള്ള ഭക്തി കൊണ്ട് മാത്രമാണ്. ഹനുമാന്റെ ധർമ്മബോധം ഈ പദ്യങ്ങളിൽ തെളിഞ്ഞു കാണാം. സീതാന്വേഷണത്തിനിടയിലാണ് അർദ്ധനഗ്നകളും നഗ്നകളുമായി ഇവരെ ശ്രദ്ധിക്കാനിടയായത്. എന്നാലും ഏതവസ്ഥയിലും പരഭാര്യയെ വീക്ഷിക്കുന്നത് ധർമ്മലോപത്തിന് കാരണമാണ്. പരസ്ത്രീ വിഷയത്തിൽ തൻ്റെ ദൃഷ്ടിയും മനസ്സും പതിയാറില്ല. ഇവിടെ സീതാദേവിയെ അന്വേഷിച്ച് കണ്ടെത്തുക എന്ന ചിന്ത മാത്രമേ തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. ദേവിയോടുള്ള ഭക്തിയാണ് മനസ്സിൽ നിറഞ്ഞു വന്നിരുന്നത്. അതിനാൽ ധർമ്മലോപം സംഭവിച്ചിട്ടില്ല എന്ന് ഹനുമാൻ ആശ്വസിക്കുന്നു. ഹനുമാനെ പല ദിക്കിലും ധീരൻ എന്ന് വാൽമീകി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആരാണ് ധീരൻ? കാളിദാസൻ പറയുന്നു, വികാരഹേതുക്കൾ മുതിർന്നു നിൽക്കെ ചിത്തം ചലിക്കാത്തവനാണ് ധീരൻ. അന്യർ കണ്ടുപോകുമെന്ന് ശങ്കിക്കാതെയാണ് സ്മരപരവശരായിട്ടും മധ്യമത്തരായിട്ടുമൊക്കെ സ്ത്രീകൾ അന്തപുരത്തിൽ കിടന്നിരുന്നത്. അവരെ ഹനുമാൻ പല മട്ടിലും കണ്ടു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയം സ്വല്പം പോലും വികാരാധീനമായില്ല. രാമകാര്യം, ദേവീ ദർശനം, ഈ ലക്ഷ്യവും തജ്ജന്യമായ ഭക്തിപാരമ്യവും കർത്തവ്യനിഷ്ഠയും മാത്രമേ ഹനുമാന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഹനുമാനെപ്പോലെ ധീരനായി ആ നിലയ്ക്ക് മറ്റൊരാളുമില്ല എന്ന് വാൽമീകി നമ്മെ ധരിപ്പിക്കുന്നു. ആ ഹനുമച്ചിത്തം നമുക്കില്ല എന്നതാണ് ഇന്ന് കാണുന്ന ധർമ്മലോപത്തിന് കാരണം. തസ്യ പ്രാദുരഭൂചിന്ത പുനരന്യ മനസ്സിനഃ നിശ്ചിതൈകാന്തചിത്തസ്യ കാര്യനിശ്ചയദർശിനി. സ്വയം ആലോചിച്ച് തീരുമാനമെടുക്കാൻ കഴിവുള്ള ബുദ്ധിമാനായ ഹനുമാന് ഇക്കാര്യത്തിൽ വ്യക്തമായ പുതിയൊരു ചിന്ത മനസ്സിലുദിച്ചു. കാമം ദൃഷ്ടാമയാ സർവ വിശ്വസ്ത രാവണ സ്ത്രീയ നഹി മേ മനഃ കിഞ്ചിത് വൈകൃത്യമുപപദ്യതേ. യാതൊരു ഭയാശങ്കയുമില്ലാതെ വിശ്വാസപൂർവ്വം കിടന്നുറങ്ങുന്ന രാവണപത്നിമാരെയെല്ലാം ഞാൻ കണ്ടു. എങ്കിലും എൻ്റെ ഹൃദയത്തിൽ ചെറിയ തോതിൽ പോലും വികാരഭേദം ഉണ്ടാകുന്നില്ല. മനോഹി ഹേതു സർവേഷാം ഇന്ദ്രിയാണാം പ്രവർത്തനേ ശുഭാശുഭാസ്വസ്ഥസു തച്ചമേ സുവ്യവസ്ഥിതം. ശുഭാശുഭകാര്യങ്ങളിൽ പഞ്ചേന്ദ്രിയങ്ങളെ പങ്കെടുപ്പിക്കുന്നതിന് മൂലകാരണമായി വർത്തിക്കുന്നത് മനസ്സാണല്ലോ. എൻ്റെ മനസ്സാകട്ടെ ഇവിടെ സുസ്ഥിരമായിരിക്കുന്നു. യാതൊരു ചലനവും മനസ്സിനില്ല. അതിനാൽ ഇന്ദ്രിയങ്ങൾ അശുഭകാര്യങ്ങളിൽ ചേർന്ന് ചാടുന്നുമില്ല. ധർമ്മലോപം സംഭവിക്കുമെന്ന ഭയം വേണ്ട എന്ന് ഹനുമാൻ ആശ്വസിക്കുന്നു. നാന്യത്ര ഹിമയാ ശക്യ വൈദേഹി പരിമാർഗിതും സ്ത്രീയോ ഹി സ്ത്രീഷു ദൃശ്യന്തേ സദാ സംപരിമാർഗണേ.
സ്ത്രീകളെ അന്വേഷിക്കേണ്ടത് എപ്പോഴും സ്ത്രീകൾക്കിടയിലാണല്ലോ. അതിനാൽ സീതാദേവിയെ മറ്റൊരിടത്ത് അന്വേഷിക്കേണ്ടതില്ല. ആ നിലയ്ക്കാണ് താൻ ദേവിയെ അന്വേഷിച്ച് അന്തപുരത്തിൽ പ്രവേശിച്ചതെന്നും അതിൽ തെറ്റൊന്നുമില്ലെന്നും ഹനുമാൻ സമാധാനം കണ്ടെത്തുന്നു. യസ്യ സത്വസ്യയോ നിസ്തസ്യാം തത്പരിമാർഗ്യതേ ന ശക്യ പ്രമദാ നഷ്ട മൃഗീഷു പരിമാർഗ്യതും. ഒരു പ്രാണിയെ അല്ലെങ്കിൽ ഒരു ജീവിയെ അതിൻ്റെ സമൂഹത്തിൽ ചെന്ന് അന്വേഷിക്കുന്നതാണ് ഉചിതം. അവിടെ മാത്രമേ അതിനെ കാണുകയുള്ളൂ. കാണാതെ പോയ മനുഷ്യ സ്ത്രീയെ പാൻപേടകളുടെ കൂട്ടത്തിൽ തിരഞ്ഞു കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. അന്തപുരത്തിൽ സീതാദേവിയെ തിരഞ്ഞു വന്നതിന് ഓരോ ന്യായങ്ങൾ കാണുകയാണ് ഹനുമാന്റെ ധർമ്മബോധം. തദിതം മാർഗിതം താവാചുദ്ധേന മനസാമയ രാവണാന്തപുരം സർവം ദൃശ്യതേന ജാനകി. അതിനാൽ തികച്ചും പരിശുദ്ധമായ മനസ്സോടുകൂടി രാവണാന്തപുരം മുഴുവൻ തിരഞ്ഞു നോക്കിയിട്ടും സീതയെ കണ്ടതേയില്ലല്ലോ. ലക്ഷ്യത്തിൽ നിന്നും മനസ്സ് ഒരിക്കലും വ്യതിചരിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കാനാണ് ശുദ്ധേന മനസ്സ എന്നിവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ദേവഗന്ധർവകന്യാശ്ച നാഗകന്യാശ്ച വീര്യവാൻ അപേക്ഷമാണോ ഹനുമാൻ നൈവാപശ്യത ജാനകിം. വീരനായ ഹനുമാൻ ദേവകന്യകുമാർ, ഗന്ധർവകന്യകുമാർ, നാഗകന്യകുമാർ എന്നിവരെ എല്ലാം കണ്ടു, ജാനകിയെ മാത്രം കണ്ടില്ല. താം അപശ്യൻ കപിസ്തത്ര പശ്യാം ചാന്യാപരസ്ത്രിയ അപക്രമ്യ തഥാ വീര പ്രധ്യാതും ഉപചക്രമേ. മറ്റ് ശ്രേഷ്ഠ സ്ത്രീകളെയെല്ലാം കണ്ട കവിവീരൻ സീതയെ കാണാതെ അവിടം വിട്ടു പുറത്തു വന്ന് ഇനി എന്തു ചെയ്യണം എന്ന് ഗാഢമായി ആലോചിച്ചു തുടങ്ങി. സഭൂയസ്തു പരം ശ്രീമാൻ മാരുതീരത്നമസ്ഥിത വാനഭൂമിം സമുത്സൃജ്യ താം വിജേതും പ്രചക്രമേ. മാരുതി വാനഭൂമിയിൽ നിന്നിറങ്ങി പൂർവാധിക ഉത്സാഹത്തോടെ വീണ്ടും സീതാദേവിയെ തിരയുവാൻ ആരംഭിച്ചു. പരസ്ത്രീകളെ അവരുടെ ശയനാകാരത്തിൽ ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന സ്ഥിതിയിൽ വീക്ഷിക്കുന്നത് പാപമാണെങ്കിലും ശുദ്ധമായ മനസ്സോടും ഉത്തമമായ ഉദ്ദേശത്തോടും കൂടി ചെയ്തതാകയാൽ ധർമ്മലോപമില്ല എന്ന് ഹനുമാൻ സമാധാനിച്ചു. എന്നാൽ പരസ്ത്രീയെ അപഹരിച്ച പാപിയായ രാവണൻ തൻ്റെ ദൃഷ്ടിയിൽ പെട്ടതിനാൽ പാപീ ദർശനം പാപം എന്ന വിധി അനുസരിച്ച് നേരിയൊരു വിഷാദം ഹനുമാന്റെ ഹൃദയത്തെ ബാധിച്ചു. ഒരുത്തൻ പാപകർമ്മം ചെയ്തിടിൽ അതിൻ ഫലം പരക്കെയുള്ള മഹാജനങ്ങൾക്കൊക്കെ തട്ടും എന്നാണ് മഹാഭാരതം പറയുന്നത്. ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാണ്ഡേ ഏകാദശ സർഗ 11ാം സർഗം സമാപ്തം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.